ചില ആളുകൾ ഭയങ്കര സ്പെസിഫിക്കാണ്. ഈ അടുത്ത് വരെ ഒരുത്തം വന്നിട്ടുണ്ടോ പറഞ്ഞൊരു 3-3.5 ലക്ഷം രൂപ സാലറി കിട്ടണം. അതെന്താണെന്നൊന്നും അവനില്ല, അവനെന്താണെന്നുള്ള അവസ്ഥ ഒന്നും അവനറിയില്ല, ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ അവന് 3 ലക്ഷം കിട്ടണം. എന്നോട് പറഞ്ഞാൽ നല്ല കോഴ്സ് വേണം, പക്ഷെ ഒന്നും പഠിക്കാനുണ്ടാവരുത്. ആൾ ഈ വിയർപ്പിന്റെ അസുഖമുള്ള ആളാ. കഷ്ടപ്പെടാൻ വയ്യ, മെനക്കെടാൻ വയ്യ, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടരുത്. അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ അങ്ങനത്തെ ഒരു ചോദ്യം? എന്നോട് ഒരുത്തം വന്നിട്ട് പറഞ്ഞു എനിക്ക് നാനോ റോബോട്ടിക്സ് പഠിക്കണം പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താ? വലിയ ധാരണ ഒന്നുമില്ല അല്ലേ? വെറുതെ അങ്ങ് എന്ത് ചെയ്യാ പറയന്നെ. ഒരു കരിയർ കൗൺസിലർ എന്ന നിലക്ക് എൻ്റെ അടുത്ത് വന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? വന്ന് ചോദിക്കുന്നത്, ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ഏറ്റവും ബെസ്റ്റ് കരിയർ ഏതാ? ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഏതാ? ഏറ്റവും സ്കോപ്പ് ഉള്ളത് ഏതാ? ചില ആളുകൾ ഭയങ്കര സ്പെസിഫിക്കാണ്. ഈ അടുത്ത് വരെ ഒരുത്തം വന്നിട്ടുണ്ടോ പറഞ്ഞൊരു 3-3.5 ലക്ഷം രൂപ സാലറി കിട്ടണം. അതെന്താണെന്നൊന്നും അവനില്ല, അവനെന്താണെന്നുള്ള അവസ്ഥ ഒന്നും അവനറിയില്ല, ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ അവന് 3 ലക്ഷം കിട്ടണം. ഒരു പയ്യൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡാ, രസാ. എന്നോട് പറഞ്ഞാൽ നല്ല കോഴ്സ് വേണം, പക്ഷെ ഒന്നും പഠിക്കാനുണ്ടാവരുത്. ആൾ ഈ വിയർപ്പിന്റെ അസുഖമുള്ള ആളാ. കഷ്ടപ്പെടാൻ വയ്യ, മെനക്കെടാൻ വയ്യ. എനിക്ക് ഭയങ്കര സങ്കടവും അത്ഭുതവും തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഇതുവരെ ഒരു വിദ്യാർത്ഥിയും എൻ്റെ അടുത്ത് വന്നിട്ട്, സർ ഞാൻ +2 കൊമേഴ്സ് കഴിഞ്ഞതാണ്, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടരുത്. അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ അങ്ങനത്തെ ഒരു ചോദ്യം? എല്ലാവരും വടക്കോട്ട് പോകുമ്പോൾ ഞാൻ തെക്കോട്ട് പോവാം എന്ന് വിചാരിച്ച് നമ്മൾ ആരും എന്ത് ചെയ്യില്ല, ചോദിക്കുമോ സർ ഒട്ടും ഡിമാൻഡ് ഇല്ലാത്തൊരു കോഴ്സ് കിട്ടണം എന്ന് ആരെങ്കിലും എന്നോട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല? ഉറപ്പാ. അങ്ങനെ അന്വേഷിക്കുന്ന ടീമിൽ ജോലിയിലെത്തുന്ന ആളുകളിൽ 72% ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ എവിടെയോ എന്തെയോ ഒരു താളപ്പിഴയുണ്ട്. എന്തായിരിക്കും കാരണം? ഇപ്പോഴും പഴയ സ്റ്റൈലൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇപ്പൊ പഴയ സ്റ്റൈലൊന്നും മാറിയിട്ടില്ല. പഴയ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഞങ്ങളുടെയൊക്കെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാചീന ശിലായുഗത്തിൽ ജനിച്ച ആളാണ് ഞാൻ ഒന്നും വിചാരിക്കണ്ട. അയ്യോ ഞാൻ റീസണ്ടാ. എങ്കിലും ഞങ്ങളുടെ ജനറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തായിരിക്കും എന്തായിരിക്കും ആറ്റിറ്റ്യൂഡ്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഏറ്റവും പ്രോസ്പെക്റ്റീവായ, ഏറ്റവും ഡിമാൻഡുള്ള, ഏറ്റവും ചാൻസ് ഉള്ള കോഴ്സ് അന്വേഷിക്കുന്ന കുട്ടികളിൽ അവർ വളർന്ന് കരിയറിലെത്തുമ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധിയിലാകുന്നതിനുള്ള കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, പല ആളുകളും ശരിക്കും കോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല എന്ത് ചെയ്യുന്നത്. എന്നോട് ഒരുത്തം വന്നിട്ട് പറഞ്ഞു എനിക്ക് നാനോ റോബോട്ടിക്സ് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താ? വലിയ ധാരണ ഒന്നുമില്ല അല്ലേ? വെറുതെ അങ്ങ് എന്ത് ചെയ്യാ പറയന്നെ. ഈ മലയാളിക്ക് സീസണൽ ഭ്രാന്ത അല്ലേ? ഞാൻ എപ്പോഴും പറയുന്നൊരു വർത്തമാനം, മലയാളിക്ക് സീസണൽ ഭ്രാന്ത. കഴിഞ്ഞ വർഷം അവസാനത്തെ വെള്ളിയാഴ്ച വരെ സൈക്കോളജി ആയിരുന്നു, അപ്പൊ അത് മാറി, പിന്നെ മാറി ഫോറൻസിക്സ് ആയി, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഏതാ AI ആ. അയ്യോ ഇപ്പൊ പ്രസവിച്ചെണീക്കുന്ന കുട്ടികൾ വരെ AI എന്ന് വേണ്ട അത്ര അറിയുന്നത്. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പിന്നെ എല്ലാവരും അതിന്റെ പിന്നാലെ എന്ത് ചെയ്യും, പാഞ്ഞു തുടങ്ങും. ഒന്നാമത്തെ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. ഒന്ന് വിവേചിച്ചറിയാതെ, മനസ്സിലാക്കാതെ കോഴ്സുകൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. നമ്മളെ കരിയർ ഡിസിഷൻസ് ആണ് പ്രശ്നം. ഇപ്പോഴും ആളുകൾ പോകുന്ന ഒരുത്തം വന്നിട്ട് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർക്ക് പോവാന്ന് പറഞ്ഞു. ഇപ്പോഴും പറയുന്ന ഓർത്താനാ ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്. ഞാൻ പറഞ്ഞു നന്നായി, ബാംഗ്ലൂരൊക്കെ കാണുമ്പോൾ വൃന്ദാവനം കാണാൻ മറക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അങ്ങനെ കാണാൻ പോകുന്നതല്ല, പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ പോകുന്നത് കുറഞ്ഞിട്ടൊന്നുമില്ലോ. പക്ഷെ പോണതിൽ കുഴപ്പമൊന്നും, കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ എന്തിനാണ് പോകുന്നത്, അതാ പ്രശ്നം. ഒരുത്തം വന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പോകണം. ഞാൻ പറഞ്ഞു വൃന്ദാവനം അല്ല, ഞാൻ പഠിക്കാം. ഞാൻ എന്ത് പഠിക്കാൻ? BBA. ഞാൻ പറഞ്ഞു BBA പഠിക്കാൻ എന്തിനാ അങ്ങോട്ട് പോണത്? ഇവിടെ ഇഷ്ടം പോലെ കോളേജുകളില്ലേ. മല്ലൂസ് ശരിയല്ല, ഭയങ്കര പുറ്റം. പിന്നെ എന്നോട് പറഞ്ഞ് കമ്പനിക്കാരുണ്ടാവും, അപ്പൊ ഗ്യാങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ബോറടിക്കൂല. മൂപ്പര് പഠിക്കാൻ പോണല്ലോ, ബോറടിക്കാതിരിക്കാൻ വേണ്ടി പോകുന്ന എന്റർടൈൻമെന്റ് ആണിത്. അങ്ങനെയാണല്ലോ. പിന്നെ
പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ളൊരു അല്ലേ, അങ്ങനെ ഉണ്ടാവും. പിന്നെ പറഞ്ഞതാണ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയത്, ലാംഗ്വേജ് ഒക്കെ പഠിക്കണം, ഇംഗ്ലീഷൊക്കെ പഠിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ പാരൻസിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ മക്കളൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും അയക്കരുത്. ആ പാവങ്ങൾ അവിടെ ജീവിച്ചോട്ടെ. ഇവിടുന്ന് പോകുന്ന മഹാന്മാർ അവിടെ ചെന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് പകരം നാട്ടുകാരെ മുഴുവൻ ഓടിച്ചിട്ട് മലയാളം പഠിപ്പിക്കുക. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളവും തമിഴ്നാടും കർണാടകയും ഒന്നായി വിശാല കേരളമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെ ലക്ഷ്യമാണ് പ്രശ്നം. ശരിക്കും എന്തിനാണ് പഠിക്കുന്നതെന്ന്, എന്തിനാ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോകുമ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുമ്പോൾ എന്തിനാണ് ആ കോഴ്സ് പഠിക്കുന്നത്, അത്തരം ഉദ്ദേശങ്ങളൊന്നും സത്യത്തിൽ നമുക്ക് ഇല്ല. ഒന്ന് അല്ലേ. രണ്ടാമത്തെ നോക്കിയാൽ നിങ്ങൾ വളരെ രസമാണ് പിയർ ഇൻഫ്ലുവൻസ് ഒക്കെ പറഞ്ഞത്. ആ ഒരു ഇതിലങ്ങ് പ്രസന്റേഷൻ അങ്ങ് പോകണ്ട കേട്ടോ, ഞാൻ എൻ്റെ രീതിയിൽ പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നഴ്സിംഗ് പഠിക്കാൻ വന്ന വിദ്യ ഇപ്പം ട്രെൻഡാണ്, വേഗം ജോലി കിട്ടണം. ഒരുത്തം വന്നിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് 6 മാസത്തിൽ കൂടുതൽ പഠിക്കാൻ പറ്റൂല, ഭയങ്കര അടിയന്തിരമായിട്ട് മൂപ്പർക്ക് എന്തോ ചെയ്ത് തീർക്കാനുണ്ട്. 6 മാസത്തിൽ കൂടുതൽ പഠിക്കാൻ പറ്റൂല. ഒരു 40,000 50,000 കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ പഠിച്ച പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടണം. പിന്നെ കിട്ടുമ്പോൾ ഒരു 4 കിട്ടണം. ഞാൻ 4,000 അല്ല, 4 ലക്ഷം. ഇവർക്ക് ഒരു പണിയെടുക്കാൻ പറ്റൂല. ഈ ആറ്റിറ്റ്യൂഡാണ് ആളുകൾ അല്ലേ. അതിൻ്റെ രസം എന്താ, അന്വേഷിച്ച് വരുന്ന ആളുകൾ ഒട്ടുമിക്ക ആളുകളും കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിട്ട്, ഇപ്പം നഴ്സിങ്ങിൻ്റെ ട്രെൻഡ് എന്താ, എല്ലാവരും നഴ്സിംഗ് വേഗം ജോലി കിട്ടും, സംശയമൊന്നുമില്ല, നല്ല ഫീൽഡാണ്. ഇപ്പം ഞാൻ അവനെ വിളിച്ചിരുത്തി ഞാൻ സംസാരിച്ച, കുഞ്ഞെ ഈ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗികളെ പരിചരിക്കണം ആളുകളാണ്. പലപ്പോഴും ബെഡ്രിഡനായ ശയ്യാവലംബികളായ കിടപ്പ് രോഗികളായിട്ട് ഇടപെടുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ അറപ്പും വെറുപ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഭയങ്കര ശുദ്ധിയൊക്കെ അങ്ങനല്ല, അങ്ങനെ ഭയങ്കര ഇതുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന, കുറച്ചുകൂടി ഇങ്ങനെ ഒന്നുമല്ല, ഞാൻ കുറച്ച് വിശദമായിട്ട് എന്ത് ചെയ്തു എല്ലാം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനാകെ എന്ത് ചെയ്തു, ഈ ഇഞ്ചി കടിച്ച ആളെ പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന്, എന്നിട്ട് കുറെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പിന്നെ വന്നാലോ. നമുക്ക് ഭയങ്കര അറപ്പുള്ള ഒരാള് നേഴ്സായാൽ വെള്ള ഉടുപ്പിട്ട മാലാഖയാവേണ്ട ആള് സാത്താനായി മാറും അല്ലേ. അതേ സമയത്ത് വേറൊരു കുട്ടി, പാരന്റും മോളും കൂടി വന്നതാ. ഞാൻ ഈ സെയിം സ്റ്റോറി റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിങ്ങനെ, നിങ്ങൾ രോഗികളെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകളുടെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല, ഭയങ്കര സ്മെല്ലൊക്കെ ഉള്ള കിടപ്പ് രോഗികൾ, ബെഡിൽ നിന്ന് എണീക്കാത്ത, ട്രെക്കോസ്റ്റമിയൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന അങ്ങനത്തെ കിടപ്പ് രോഗികൾ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഡീൽ ചെയ്യേണ്ടി. ഇപ്പം ഈ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ, ഇവളുടെ അമ്മമ്മ കിടപ്പ് രോഗിയാണ്, 6 വർഷമായി, ബെഡ് സോറൊക്കെ വന്നിട്ട് ആകെ നാശമായിരിക്കുക. അമ്മയുടെ റൂം ഇങ്ങനെ തള്ളി തുറന്നു കഴിഞ്ഞാൽ ഒരു ചൂടിങ്ങ് വരും, ഒരു ചൂടും സ്മെല്ലും. അയ്യോ, ഞങ്ങൾ കുന്തിരിക്കവും ചന്ദനത്തിരിയൊക്കെ പുകച്ച് വശം കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ മോള് 12th പഠിക്കുന്ന ഈ ന്യൂജൻ കിഡ് ഉണ്ടല്ലോ, ജെൻസി, അവളെന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ നേരെ പോകുന്നതാണ് അമ്മയുടെ റൂമിലേക്കാണ്. അമ്മയെ എണീപ്പിച്ച് ഫുഡും വേസ്റ്റും നമ്മളുടെ വ്യത്യാസം തിരിച്ചറിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ അമ്മ. ഞാൻ ടീച്ചർ, അപ്പം എനിക്ക് പലപ്പോഴും ഇടപെടാൻ പറ്റില്ല. രാവിലെ എണീറ്റ് പോകുന്നതുകൊണ്ട് പാചകവും അടുക്കളയൊക്കെ കൂടി. അപ്പോൾ ഇവള് പോയി എല്ലാം ചെയ്ത് ക്ലീനാക്കി വൃത്തിയാക്കി അമ്മയ്ക്ക് വേണ്ട ഫുഡൊക്കെ കൊടുത്ത്, അത് കഴിഞ്ഞ് എന്നിട്ടേ അവൾ കുളിച്ച് അവളുടെ ഫുഡൊക്കെ കഴിച്ച് ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ് പോയി തിരിച്ച് വന്നാൽ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അവൾ അമ്മയുടെ റൂമിലേക്ക് പോയി വീണ്ടും കെയർ ചെയ്യും, പരിചരിക്കും. അത് കഴിഞ്ഞ് പഠിക്കാനൊക്കെ പോയി അവൾ വൃത്തിയായി ഫ്രഷായി പഠിക്കാനൊക്കെ ഇരുന്ന് വീണ്ടും രാത്രി കിടക്കുന്നതിന് മുമ്പ് അവൾ എന്ത് ചെയ്യും. അപ്പം ഞാനാണ് അവളോട് പറഞ്ഞത്, നീ നഴ്സിംഗ് പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാനാ പറഞ്ഞത്. രണ്ടും 2 അപ്രോച്ചും 2 ആറ്റിറ്റ്യൂഡുമാണ് അല്ലേ. കോഴ്സുകളുടെ കാര്യത്തിൽ എനിക്ക് എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മിനിമം നിങ്ങൾ ആ കോഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇങ്ങനെ അല്ലാതെ എടുക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. റോൾ മോഡൽസ്, ഏതെങ്കിലും ഒരാൾ വിജയിച്ചാൽ പിന്നെ എല്ലാവരും എന്ത് ചെയ്യാം, അതിൻ്റെ പിന്നാലെ അങ്ങ് പോവാം. ദെൻ അതേപോലെ ഒരുപാട് ശരിക്കും കോഴ്സുകളെ കുറിച്ച് പലപ്പോഴും നമുക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? സിവിൽ എഞ്ചിനീയറിംഗ് എന്താ?
എന്നോട് ഒരുത്തം പറഞ്ഞു തന്നു, ഈ കല്ലും മണ്ണും സിമന്റും ഒക്കെ കൂടി വീടുണ്ടാക്കലല്ലേ എന്ന് പറഞ്ഞു. കല്ലും മണ്ണും സിമന്റും കൂട്ടി വീടുണ്ടാക്കൽ മാത്രമാണോ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് അതാ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ചെയ്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാള് നിങ്ങളുടെ ജില്ലക്കാരനാണ്, അന്താരാഷ്ട്ര പ്രസിദ്ധനാണ് അല്ലേ? ആരാ അത്? പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്, മനോരമയിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. മുരളി തുമ്മാരുകൂടി അല്ലേ? ഈ നാട്ടുകാരനാ, ഈ ജില്ലക്കാരനാ. നോക്ക്, ഇന്ത്യയിൽ 17 MTech പ്രോഗ്രാമുകളാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. 17. അതിലൊരു സ്പെഷ്യലൈസേഷൻ ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ഒരു സ്പെഷ്യലൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യയിൽ. അത് വരുന്ന ഹൈദരാബാദിലാണ്, നാഷണൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം സൂപ്പർ സ്പെഷ്യലൈസേഷൻസ് 22 അതിലൊരു എഞ്ചിനീയറിംഗിന്റെ പേരാണ്, ഒരു കോഴ്സിന്റെ പേരാണ് വിൻഡ് എഞ്ചിനീയറിംഗ്. വിൻഡ് എന്താ? വിൻഡ് എഞ്ചിനീയറിംഗ് വീശല ഊതല എന്താ വിൻഡ് എഞ്ചിനീയറിംഗ്? വിൻഡ് എഞ്ചിനീയറിംഗ് എന്താ? വിൻഡ്മില്ല് കറക്കി ടർബൈൻ പ്രവർത്തിപ്പിച്ച് എനർജി പവർ ജനറേറ്റ് ചെയ്യുക, പവർ ജനറേഷനാണ്. എർത്ത് ക്വേക്ക് എഞ്ചിനീയറിംഗ് ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. ഈ എർത്ത് ക്വേക്ക് എഞ്ചിനീയറിംഗ്, എർത്ത് ക്വേക്ക് പോണ ഏരിയകളിൽ, ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളിൽ അതിൻ്റെ സ്വഭാവ ഘടനകൾ മനസ്സിലാക്കി സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. ഫ്രാക്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഫ്രാക്ചർ, ഈ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ക്രാക്ക് വീണ് കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്ന ആളുകൾ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പറഞ്ഞൊരു കോഴ്സ് ഓരോന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട്. 22 സൂപ്പർ സ്പെഷ്യലൈസേഷൻ. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് വക മാറുന്നത് ആലോചിച്ച് നോക്കി, വഴി മാറുന്നതെന്ന് ആലോചിച്ച് നോക്ക്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്ക് എയർപോർട്ടിൽ ഇൻഫ്രാസ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്ക് നേവൽ ആർക്കിടെക്ചറിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ മാത്രമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നിക്മർ എന്നുള്ള പേരിൽ, മഹാരാഷ്ട്രയിൽ. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. 120-ലധികം ബിടെക് കോഴ്സുകൾ ഇന്ത്യയിൽ മാത്രം ഉണ്ടെന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമുക്കറിയാവുന്ന ഏതാ? ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, പിന്നെ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ, പിന്നെ മെക്കാനിക്കൽ സിവിൽ കഴിഞ്ഞു. പിന്നെ കൂടി വന്ന പുതിയ കുറേ സാധനങ്ങളെ കുറിച്ച് അറിയാതെയും അറിഞ്ഞിട്ടും വരുന്ന ആളുകൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞത് ഒന്ന് അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നം. ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറ്റുമില്ലേ? ഞാൻ പറയുന്നത് നിങ്ങളുടെ കരിയർ ഡിസിഷൻസ് ആണ് കുഴപ്പങ്ങൾ എന്ത് ചെയ്യുന്നത്. എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഏറ്റവും നല്ല സ്കോപ്പുള്ള ഡിമാൻഡുള്ള കോഴ്സ് ഏതാണ്? ഞാൻ കുട്ടികളോട് പറയാം, ഒറ്റ വാക്കിൽ അത് എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. പറയാം എങ്ങനെ? ഈ 4-5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കരിയർ ചോയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും, എത്തും. 2019 ഞാനത് മറക്കില്ല, ഇയർ കൊറോണയൊക്കെ പൊട്ടി പടരുന്നതിന് മുമ്പുള്ള ഇയർ ഉണ്ടല്ലോ. ആ ടൈമിൽ എൻ്റെ ഓഫീസിൽ ചാവക്കാട് എന്നൊരു പയ്യൻ വന്നു. ചാവക്കാട് ഈ ഫാദറും മോനും കൂടി എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇവർ തമ്മിൽ അടിയാ. ഇവൻ ചോദിച്ചു, എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, നിന്നെ നന്നാക്കാൻ, നിന്നൊന്ന് ശരിയാക്കാൻ. അപ്പൊ ഇവൻ എന്നെ നോക്കുന്നത് ഞാൻ ശരിയാക്കാനിരിക്കുന്ന ഒരു കശ്മലിനാണ്. ആ നോട്ടത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത മാതിരിയാണ്, കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ മഹാപരാധം ചെയ്യുന്ന ഒരാളെന്ന നിലക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. ഇവനൊട്ടും ഇഷ്ടമായിട്ടില്ല വന്നത്. അപ്പൊ അല്ല, അതിനെന്താ, ഞാൻ പഠിക്കുന്നില്ലേ? നീ പഠിക്കണതൊക്കെ ശരിയാണ്, പക്ഷേ നീ രാവിലെ എത്ര മണിക്കാണ് എണീക്കുന്നത്? എൻ്റെ മുമ്പിൽ നിന്ന് ഇവരെ തമ്മിൽ തർക്കുക. നീ സൂര്യനെ കാണാറുണ്ടോ? അപ്പൊ ഞാൻ അപ്പോഴാണ് ശരിക്കും സൂര്യനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് സൂര്യനെ കാണാറുണ്ട്, വർത്താനം അങ്ങനെയൊക്കെ പറയാ. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചേ, അല്ല ഞാൻ ഇടപെടണമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അതിനാ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ എൻ്റെ മുഖത്ത് നോക്കാതെ എന്നോട്, എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല സാർ, എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. എന്തിന്? കോളേജിൽ പോകാനും കോഴ്സിന് പഠിക്കാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. അപ്പൊ ഇയാൾ പെട്ടെന്ന് കേടി പറഞ്ഞു, എന്നിട്ടാണോ 75% എല്ലാ സെമസ്റ്ററിലും വാങ്ങുന്നത്? ബിടെക് തൃശ്ശൂർ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനെയും കൊണ്ട്, 3rd ഇയറിൽ പഠിക്കുന്ന മകനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവൻ പറയും, എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഉടനെ ഇയാൾ ചോദിക്കുന്നത് എന്താ, എന്നിട്ടാണോ
എല്ലാ സെമസ്റ്ററിലും 75% മാർക്ക് വാങ്ങുന്നത്? അപ്പോൾ ഇവൻ തിരിച്ചു പറയുക, അത് നിങ്ങൾ പൈസ കൊടുക്കണോണ്ട് പഠിക്കുന്നു, നിങ്ങളുടെ പൈസയോടൊരു നന്ദി വേണ്ടേ? അപ്പോൾ ഇയാളാകെ ഉത്തരം മുട്ടി. എന്നിട്ട് ഇവൻ പറഞ്ഞേ, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് എഞ്ചിനീയറിങ് വേണ്ടാന്ന്. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ പറഞ്ഞു, +2 അതൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ എന്ത് വേണം ചോദിക്കുമ്പോൾ നിന്റെ വായിലിൻ്റെ പഴമായിരുന്നാണ്. നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, സാധാരണ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതല്ലേ. +2 ഒക്കെ തീരാനാവുമ്പോൾ ഇതേ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലില്ലേ? ആലോചിച്ച് നോക്ക്. +2 തീരാനാവുമ്പോൾ നമ്മളൊരു സാധാരണ മലയാളി ഫാമിലി കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും ചോദിക്കുന്നത് എന്തായിരിക്കും? അല്ല, ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞില്ലേ? മറുപടി എന്താ അടുത്തത്? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഓ, അല്ല അടുത്തത് നോക്കണ്ടേ? ഏതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്? എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്. അച്ഛനും അമ്മയും പ്രതിസന്ധിയിലാവും അല്ലേ? എന്നാ പിന്നെ മാർക്ക് കൂടുതലുള്ള ഫിസിക്സ് ആയാലും ആയിക്കോട്ടെ. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സംഭാഷണം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ നടക്കൂല. വളരെ കുറഞ്ഞ ആളുകളാണ് ഡിസിഷൻ എടുത്ത് നേരത്തെ തീരുമാനിക്കുന്നത് അല്ലേ? നോക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കറിയില്ലല്ലോ, ഇവൻ പറയും എനിക്കറിയില്ലല്ലോ, നിങ്ങളെല്ലാം എന്നെ പറഞ്ഞുണ്ട്. എഞ്ചിനീയറിംഗ് ചേർന്ന് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കത് പറ്റൂലെന്ന്. ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, പഠിക്കാൻ താല്പര്യമില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, 75% മാർക്ക് ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാനിങ്ങനെ വർത്താനം ഇങ്ങനെ കുറെ എത്തിയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പുറത്തു പോകും, പുറത്തു പോയിട്ട് ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങ് വന്നാൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഡോറിന്റെ അടുത്തെത്തിയ പറഞ്ഞേ, അവനൊന്ന് ശരിയാക്കണോട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ തല ഉരിഞ്ചിരുന്നിട്ട് ശരിയാക്കിയത് തന്നെ. ഒട്ടും ഓപ്പൺ അല്ല ആള്. ഞാൻ ഇവന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഫാദറിനെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വേഗം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ തന്നെ പോയിട്ട് അവന്റെ TC വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ കുറെ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ നന്നാക്കാൻ കൊണ്ടുവന്നതാ, നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ പോരെ? അവൻ ആ 75% മാർക്ക് വാങ്ങുന്ന കുട്ടിയല്ലേ, 3rd ഇയർ അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവനൊന്ന് മാറിയാൽ നന്നായാലോ, അതിനെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് പണിയാ എടുത്തതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞ അവൻ എഞ്ചിനീയർ ആയാൽ ശരിയാവൂല, എഞ്ചിനീയറിങ് കഴിയും പക്ഷെ ഒരു കാര്യം ഉണ്ടാവൂല. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, എന്നാ പിന്നെ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ ഗ്രാഫിക്സും അനിമേഷനൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും നന്നാവുക. അയാൾ എന്നോട് ചോദിച്ചു, ഈ കല്യാണ വീട്ടിലൊക്കെ ആൽബമൊക്കെ എടുക്കുന്ന പരിപാടിയാണ്, വെട്ടിക്കൊന്ന് റബ്ബറിന് വളമാക്കിയാലും ഞാൻ ഈ ചെറുക്കൻ അതിനെന്ത് ചെയ്യൂല, വിടൂല. ഇവൻ ഫുൾ ടൈം മൊബൈലും മല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം ന്യായീകരണം പറയണത് എഡിറ്റിങ്ങും ഇൻസ്റ്റാഗ്രാമും ഒക്കെയാണ്. എനിക്ക് ആ സാധനം കേൾക്കുന്നതേ പ്രാന്താത്തത്. അവൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതൊക്കെ എന്നാ പറയുന്നത്. ഞാൻ അയാളോട് വളരെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ അയാളോട് വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, പിന്നെ ഞാൻ പറയണ കേൾക്കണ്ടേ? ഗതിയില്ലാണ്ട്, വേറെ വഴിയില്ലാണ്ട് ഇയാൾ കോഴ്സിന് വിട്ടു. കോഴ്സിന് വലിയൊരു സ്ഥാപനത്തിലാണ് പോയി പഠിച്ചത്. കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ ഈ പയ്യൻ എന്നെ കാണാൻ വരുമ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ജേഴ്സി ഉണ്ടായിരുന്നു കയ്യിൽ. അവൻ ഡിസൈൻ ചെയ്തത്. IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ ലീഗ് ISL 6 ടീമുകളിലാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകളുടെ ജേഴ്സി ഡിസൈൻ ചെയ്യുന്നത് അവനാണ്. ന്യൂസിലൻഡ് ക്രിക്കറ്റ് ടീമിന്റെ 1 ഡേ പാറ്റേൺ, ടെസ്റ്റ് പാറ്റേൺ ജേഴ്സി ഡിസൈൻ ചെയ്യുന്നത് അവനാണ്. സ്പോർട്സ് വെയർ ഡിസൈനർ ആളിപ്പോൾ 22 ലക്ഷം രൂപയോളം സാലറി വാങ്ങുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഈ പാരന്റും കുട്ടിയും എന്നെ ടീഷർട്ട് ഇടിപ്പിക്കുന്നത് മുതലുള്ള വീഡിയോ കിടക്കുന്നുണ്ട്. തള്ളല്ല എന്നർത്ഥം. രസകരമാണ് ചില കേസുകൾ. 2 വർഷം മുമ്പ് ഒരു പയ്യനുണ്ട്, വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, എനിക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നെ കണ്ടിട്ട് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഡിഗ്രി 2nd ഇയർ ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി എന്തിനാ നീ ഓൾറെഡി സെലക്ട് ചെയ്തില്ലേ, ഇനി എന്തിനാ നീ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത്? അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ഈ ഡിഗ്രി ശരിയാണോ എന്നൊരു സംശയം. ഞാൻ അവൻ്റെ പ്രൊഫൈൽ എടുത്ത് എൻ്റെ ഓഫീസിൽ വരുന്ന കുട്ടികൾ ഫില്ല് ചെയ്യണം. ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ പ്രൊഫൈൽ ഇവനെ ഒന്നും എഴുതിയിട്ടില്ല, പേര് എഴുതിയിട്ടുണ്ട്, പാരന്റിന്റെ പേര് പോലും എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. അവൻ്റെ അംബീഷൻ എഴുതിയിട്ടില്ല, അവൻ്റെ ക്ലാസ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നി അവൻ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാൻ പ്രെജുഡൈസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവനെന്ത് ചെയ്തു? അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വിട്ടു. ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നല്ല രസമുള്ളൊരു റിസൾട്ടാണത്. ഞാൻ നീ കുറച്ചൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
അപ്പോൾ അവൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ അനലിറ്റിക്കൽ സ്കില്ല് നല്ലോണം ഉണ്ട് നിനക്ക്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നല്ല രസമായിരിക്കോട്ടാന്ന് പറയും. അപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ വെച്ച് ഞാൻ മെഡിസിൻ പോലുള്ളതൊക്കെ പോവാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഡെസ്ക്ടോപ്പ് ജോബുകൾ പ്രത്യേകിച്ച് CA CMA അങ്ങനത്തെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ശരിക്കും എന്നാൽ ഞാനൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം മുതൽ ഒന്നുകൂടി പറയുമെന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ അവനതാണ് എഴുതാതിരുന്നത്. ആലോചിച്ച് നോക്കിയേ, ഞാൻ എന്ത് പറയുന്നു നോക്കാനായിരിക്കാം, ഞാൻ പ്രൊജുലൈസ്ഡ് ആവണ്ടോ നോക്കാനായിരിക്കാം. അപ്പൊ തന്നെ ഞാൻ അവൻ്റെ പാരൻസിനെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫസ്റ്റ് അപ്പിയറൻസിൽ മെഡിസിൻ കിട്ടിയ കുട്ടിയാണ്. ഫസ്റ്റ് അപ്പിയറൻസിൽ IIT റാങ്ക്, മദ്രാസിൽ കിട്ടുമായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു കുറേ എഞ്ചിനീയർ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ മിസ്കോൺസെപ്റ്റുകളുണ്ട് അല്ലേ. എഞ്ചിനീയറിങ് ഇഷ്ടം പോലെ ആളുണ്ട്. കോഴിക്കോട് ടൗണിൽ ഒരു കല്ലെറിഞ്ഞ 6 നിലയിലായിരിക്കും എഞ്ചിനീയറുടെ തല. അപ്പം എന്തിനങ്ങനെ പോണത്? പിന്നെ ഐസറൊക്കെ കിട്ടിയിട്ടുണ്ട്, അതെന്തിനാ? ടീച്ചർ ആവാനല്ലേ? അതാണ് അടുത്ത ചോദ്യം. പിന്നെ MBBS ഒക്കെ റെയർ അല്ലേ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ടത് കൊണ്ട് അത് ഭയങ്കര സംഭവമാണ്. നോക്ക്, ഭയങ്കര മോസ്റ്റ് സോർട്ട് ഓഫ് ബ്രാഞ്ച് അല്ലെങ്കിൽ കോഴ്സ് എന്നുള്ള നിലക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അതുകൊണ്ട് അതിന് വാല്യൂ ഈ അർത്ഥത്തിലാണ് കരിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഞാൻ അവനോട് വിശദമായി സംസാരിച്ചു, പാരന്റിനെ വിളിച്ചു വരുത്തി, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് MBBS ഡിസ്കണ്ടിന്യൂ ചെയ്ത് സാധാരണ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അവൻ എന്ത് ചെയ്തു, ഫിസിക്സിന് ജോയിൻ ചെയ്തു. നോക്ക്, ആ പ്രശ്നങ്ങൾ സത്യത്തിൽ നമുക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മക്കൾ, നമ്മളുടെ ജനറേഷൻ പാരൻസ് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണത്? നമ്മൾ താണ്ടി വന്ന കനൽ വഴികളുടെ ഓർമ്മകൾ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊക്കെ കഷ്ടപ്പെട്ടത് നമ്മളെ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. ആ വിഷമം മക്കൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഒരു ഷൂ ചോദിച്ചാൽ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും 2 നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിക്കൊടുക്കും. തരൂലാന്ന് പറഞ്ഞാലും വൈകുന്നേരം ആരും കാണാതെ, അമ്മ കാണാതെ എന്ത് ചെയ്യും, നിങ്ങളാണ് മക്കളെ ചീത്താക്കണെന്നുള്ള വർത്തമാനം കേൾക്കാതിരിക്കാൻ വേണ്ടി രാത്രി എന്ത് ചെയ്യും, വൈകി എത്താൻ ശ്രമിക്കും. അങ്ങനത്തെ പാരൻസാണ് നമ്മളെല്ലാവരും. അമ്മയുടെ പ്രശ്നം എന്താ? അമ്മൻ്റെ വിചാരം ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഇവൻ തെറ്റിപ്പോവും, ഇവൻ കുഴപ്പാവും. അങ്ങനത്തെ പാരൻസ് അത് അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാരൻസ് ഭയങ്കര രസമാണ്. പണ്ടത്തെ കഥയൊക്കെ പറയുക, 5 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോയത്. കേൾക്കുമ്പോൾ തന്നെ കുട്ടി പറയും തുടങ്ങി കഥ പറയാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജനിച്ചിക്ക് കലിപ്പളകും. 5 കിലോമീറ്റർ അവർക്ക് 5 കിലോമീറ്റർ ഒരു വിഷയമല്ല. നമുക്കോ അത് വലിയ വിഷയമാണ്. 2 പ്രാവശ്യം നിങ്ങൾ നോക്കിയ ഉച്ചക്ക്, രാവിലെ ഉച്ചക്കൊക്കെ പട്ടിണി കിടന്നിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ 3 നേരവും ഭക്ഷിക്കാത്ത പിള്ളേരാണ് നമുക്കുള്ളത്. ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഒന്ന് ആലോചിക്കുക. എൻ്റെ മോളൊക്കെ ചോറ് എണ്ണിയാണ് എടുക്കുന്നത്. അവരോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താവാനാ അല്ലേ. നോക്ക്, അങ്ങനത്തെ പാരൻസ്, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണെന്നറിയോ? അവരുടെ സ്കില്ലുകൾ കണ്ടെത്താനുള്ള ഒരു സയന്റിഫിക്കായ ഒരു അഭിരുചി പരീക്ഷ പറ്റുമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കൊടുത്തിട്ട് അവരെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം.